ഹലോ, കോഡിംഗ് ലോജിക് ഡെവലപ്പ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്റ്റ് ഓഫ് അറേ എക്സെപ്റ്റ് സെൽഫ് എന്ന് പറയുന്ന ലീഡ് കോഡ് ക്വസ്റ്റ്യൻ നമ്പർ 3238. ഇതൊരു മീഡിയം ലെവൽ പ്രോബ്ലം ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അറേ, പ്രിഫിക്സ്, സം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ ആൻ ഇൻറ്റിജർ അറേ നംസ് റിട്ടേൺ ആൻ അറേ ആൻസർ സച്ച് ദാറ്റ് ആൻസർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് നംസ് എക്സെപ്റ്റ് നംസ് ഓഫ് ഐ. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ടൈം കോംപ്ലക്സിറ്റി OF ആയിരിക്കണം, ഡിവിഷൻ ഓപ്പറേഷൻ ഉപയോഗിക്കരുതെന്ന്. അപ്പോൾ എക്സാമ്പിൾ 1 അവർ ഇൻപുട്ട് അറിയായിട്ട് തന്നിരിക്കുന്നത് 1 2 3 4. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് വേണ്ടത് ആദ്യത്തെ പൊസിഷനിലുള്ള നമ്പർ 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ആദ്യത്തെ പൊസിഷനിൽ വേണ്ട വാല്യൂ മറ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ഈ 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കണം ആദ്യത്തെ പൊസിഷനിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 2 × 3 × 4. അപ്പോൾ 24 ആയിരിക്കണം നമുക്ക് ആദ്യത്തെ പൊസിഷൻ ഔട്ട്പുട്ടിൽ വേണ്ടത്. അതുപോലെ ഇൻപുട്ട് അറിയില്ല സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ 2 ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ വേണ്ടത് 1 × 3 × 4 ആയിരിക്കണം. അപ്പോൾ 12. അതുപോലെ തേർഡ് പൊസിഷനിലുള്ള ഇൻപുട്ടിൽ നമ്പർ 3 ആണ്. ഔട്ട്പുട്ടിൽ വേണ്ടത് 1 × 2 × 4, അപ്പം 8 ആണ്. ലാസ്റ്റ് പൊസിഷനിൽ ഇൻപുട്ട് അറിയിലുള്ള നമ്പർ 4 ആണ്. ഔട്ട്പുട്ടിൽ വേണ്ടത് മറ്റ് 3 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 1 × 2 × 3, അപ്പോൾ 6. അപ്പോൾ ഇതായിരിക്കണം നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അറേ. ഈ പ്രോബ്ലം നമുക്ക് വേറെ രീതിയിലും കൂടി മനസ്സിലാക്കാം. ഒരു സ്കൂൾ കിഡിനെ സങ്കല്പിക്കുക. ആ കുട്ടിയുടെ കയ്യിൽ കുറച്ച് മാജിക് ബോക്സസ് ഉണ്ട്. ഈ ഓരോ മാജിക് ബോക്സ് തുറക്കണമെങ്കിൽ ഒരു സീക്രട്ട് കീ വേണം. ഈ സീക്രട്ട് കീ എന്ന് പറയുന്നത് മറ്റ് മാജിക് ബോക്സസിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അങ്ങനെ ഓരോ ബോക്സും തുറക്കണമെങ്കിൽ മറ്റ് മാജിക് ബോക്സസുകളുടെ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അത് എൻ്റർ ചെയ്ത് ആ സീക്രട്ട് കീ എൻ്റർ ചെയ്താൽ മാത്രമാണ് ഒരു മാജിക് ബോക്സ് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കുട്ടിക്ക് എല്ലാ മാജിക് ബോക്സസും തുറക്കണം. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഈ ക്വസ്റ്റ്യൻ ഈ കുട്ടി എങ്ങനെ സോൾവ് ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ എക്സാമ്പിൾ 1 തന്നേക്കണം ഇൻപുട്ട് അറിയാം 1 2 3 4 തന്നെ എടുക്കാം. അപ്പോൾ ഈ 1 2 3 4 എന്നായിരിക്കും മാജിക് ബോക്സസിലുള്ള ഓരോ നമ്പേഴ്സ്. അതാണ് നമ്മുടെ ഇൻപുട്ട് അറേ. ഇനി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഞാനൊരു 3 അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന്, ലോജിക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കി നമുക്ക് ഈ ഓരോ അപ്രോച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ രീതി ഡിവിഷൻ മെത്തേഡ്, രണ്ടാമത്തെ രീതി ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്, മൂന്നാമത്തെ രീതി ഒപ്റ്റിമൽ മെത്തേഡ്. ക്വസ്റ്റ്യനിൽ അവർ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ ഡിവിഷൻ മെത്തേഡ് എന്ന് ഉദ്ദേശം എന്താണെന്ന് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്, അത് ഒരുപാട് ടൈം എടുക്കും. അപ്പം ആ മെത്തേഡ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. മൂന്നാമത്തെ നമുക്കൊരു ഒപ്റ്റിമൽ മെത്തേഡ് ഉണ്ട്, അത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിലാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യണേ പൈത്തണിൽ. അപ്പം ലാസ്റ്റത്തെ ഒപ്റ്റിമൽ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പൈത്തൺ സൊല്യൂഷൻ എഴുതണം. അപ്പോൾ ആദ്യം തന്നെ ഡിവിഷൻ മെത്തേഡ് എന്ന് ഇവർ ഉദ്ദേശിച്ചത് നമുക്ക് ഇൻപുട്ട് അറിയായിട്ട് തന്നേക്കുന്നത് 1 2 3 4 ആണ്. ഇനി നമ്മൾ ഈ ഇൻപുട്ട് അറേയിലുള്ള ഓരോ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 × 2 × 3 × 4, അപ്പോൾ നമുക്ക് 24 കിട്ടും. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അറേ എന്ന് പറയുന്നത് ഇൻപുട്ട് അറേയിൽ 1ൻ്റെ സ്ഥാനത്ത് മറ്റ് 3 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 2 × 3 × 4. അതാണ് നമുക്ക് ഔട്ട്പുട്ട് അറേയിൽ ഈ 1ൻ്റെ സ്ഥാനത്ത് വേണ്ട വാല്യൂ. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് വെച്ചാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ എല്ലാത്തിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ പൊസിഷനിലുള്ള നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് അറേയിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തേൽ 24 / 1 ചെയ്ത് കഴിഞ്ഞാൽ 24 തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത്. 24 / 2 ചെയ്ത് കഴിഞ്ഞാൽ 12 ആണ് സെക്കൻഡ് പൊസിഷനിൽ വേണ്ടത്. 24 / 3 ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഭയങ്കര ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഈ ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഫൈൻ സ്ക്വയർ ആയിരിക്കും. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ പ്രോബ്ലം ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഐയും ജെയും ഇനീഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ നമ്പർ ഫിക്സ് ചെയ്യുമ്പോൾ ജെ ഓരോന്നായിട്ട് സ്ലൈഡ് ചെയ്ത് ഓരോ വാല്യൂസ് എടുക്കുക, എന്നാലല്ലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ലൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് നീക്കും, കറസ്പോണ്ടിങ് ജേസ് മൾട്ടിപ്ലൈ ചെയ്യും. ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, ഐയും ജെയും സെയിം ആയിരിക്കരുത്. അതായത് നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് പൊസിഷനിൽ വേണ്ട വാല്യൂ എന്ന് പറയുന്നത് മറ്റ് 3 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഐ × ജെ ചെയ്യും, എക്സെപ്റ്റ് ഐയും ജെയും സെയിം പൊസിഷനിലായിരിക്കണം ടൈമിൽ. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഫൈൻ സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല. ഇനി ഒപ്റ്റിമലായിട്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഈ സ്കൂൾ കിഡ് ചിന്തിച്ചു. അപ്പോൾ കുട്ടിക്ക് ഒരു ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഓർമ്മ വന്നു. കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇൻപുട്ട് അറേ 1 2 3 4 ആണെങ്കിൽ കുട്ടിക്ക് വേണ്ടത് ഇങ്ങനൊരു ഔട്ട്പുട്ട് അറേയാണ്. അതിലെ വാല്യൂസ് ഏതാണ് അപ്പോൾ ഇൻപുട്ട് അറേ 1 2 3 4 ആണെങ്കിൽ ഔട്ട്പുട്ട് അറേയിലുള്ള വാല്യൂ ഏതാണെന്ന് കുട്ടി കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഈ പൊസിഷനിലുള്ള ഇവിടുത്തെ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം.
അപ്പോൾ അതിന് വേണ്ടി കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തു, അതുപോലെ റൈറ്റ് സൈഡിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് നിന്നും ഇതിനെ റൈറ്റ് നിന്നും വിളിച്ചു ആ പ്രൊഡക്റ്റ് വാല്യൂവിനെ. എന്നിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ കുട്ടിക്ക് ഔട്ട്പുട്ടിൽ വേണ്ട വാല്യൂ എത്രയാണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ തേർഡ് പൊസിഷനിൽ നമ്പർ നമുക്ക് 3 ആണ് ഇൻപുട്ട് അറേയിലുള്ള. അവിടെ ഔട്ട്പുട്ടിൽ വേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈ 3ൻ്റെ ലെഫ്റ്റിലുള്ള രണ്ട് നമ്പേഴ്സ് 1 × 2. അപ്പോൾ അതാണ് ഇവിടെ ലെഫ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു, പിന്നെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 2 × 1 2, ഇവിടെ 4 ആണ്. അപ്പോൾ 4 × 2 8, അതാണ് ഈ ഇവിടുത്തെ വാല്യൂ വേണ്ടത്. അതുപോലെ ആ കുട്ടി അടുത്ത നമ്പർ എടുത്തു 4. അപ്പോൾ 4ൽ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ 3 × 2 × 1 6, റൈറ്റിലൊന്നുമില്ല. അപ്പോൾ ഇവിടെ 6 ആണ് വേണ്ടത്. ഇനി ഈ പൊസിഷനിൽ ഔട്ട്പുട്ടിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിൽ 1 മാത്രമേ ഉള്ളൂ, റൈറ്റിൽ 3 × 4, അപ്പോൾ 12. ഇനി ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ 1 ആണ്, ഇതിൻ്റെ ലെഫ്റ്റിലൊന്നുമില്ല. അപ്പോൾ 1 × തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ബൈ ഡിഫോൾട്ട് 1 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ 1 ആണ്, ഫ്രണ്ടിലൊന്നുമില്ല. അപ്പം 1 തന്നെ എടുക്കാം നമുക്ക്. കാരണം 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആ നമ്പറിന്. പിന്നെ റൈറ്റിലുള്ള 2 × 3 × 4, അപ്പോൾ 24. അപ്പോൾ ഇതാണ് കുട്ടിക്ക് വേണ്ട ഔട്ട്പുട്ട് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോഡിൽ എഴുതുമ്പോൾ എങ്ങനെ ലോജിക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പൊസിഷനിലുള്ള വാല്യൂ ഔട്ട്പുട്ടിലുള്ള വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസ് എടുക്കുക, പ്രൊഡക്റ്റ് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസ് എടുക്കുക, പ്രൊഡക്റ്റ് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും കൂടി വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് സ്കൂൾ കിഡ് എടുത്ത മെത്തേഡ്. ഇതാണ് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ അതിന് തന്നെ നമുക്ക് കുറച്ച് വേരിയബിൾസ് ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട വേരിയബിൾസ് എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു അറേയാണ്. അപ്പോൾ ഞാൻ അതിനെ നമ്മുടെ ഇൻപുട്ടിൽ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത്തിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. കാരണം നമുക്ക് ഇനി ഇത് റിസൾട്ടിൻ്റെ അറേ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. 1 ആയതുകൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ടാണ് 1 വെച്ചിട്ട് ഞാൻ ഒരു ഇൻപുട്ട് അറേൻ്റെ അതേ ലെങ്ത്തിൽ ഞാനൊരു റിസൾട്ടിൻ്റെ അറേ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ നമുക്ക് ലെഫ്റ്റ് പ്രൊഡക്റ്റ് എന്നും റൈറ്റ് പ്രൊഡക്റ്റ് എന്നും പറഞ്ഞ രണ്ട് വേരിയബിൾ അതിനെ ഞാൻ 1 വെച്ചിട്ട് തന്നെയാണ് ഇനീഷ്യേറ്റ് ചെയ്യണത്. അപ്പോൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പൊസിഷനിലുള്ള വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് കൂടുതൽ അപ്ഡേറ്റ് ആയിക്കോളും. ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ 1 വെച്ചിട്ട് ഇത് 3 ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇനി രണ്ടാമത് നമുക്ക് ആദ്യത്തെ ഒരു ലൂപ്പിംഗ് ചെയ്യണം. ഇതെന്തിനാണ് ചെയ്യണം? നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള, അപ്പോൾ നമ്മുടെ മെത്തേഡ് നമുക്ക് ഇവിടെ എഴുതാം, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ പ്രൊഡക്ട്സ് ഇൻറ്റു റൈറ്റ് സൈഡിലുള്ള എല്ലാ പ്രൊഡക്റ്റ്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ ലോജിക്ക്. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ ലോജിക്ക്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ലൂപ്പ് വേണം. അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻപുട്ട് ലിസ്റ്റിലുള്ള ആദ്യത്തെ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് നോക്കിയിട്ട് അത് പ്രൊഡക്റ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് സ്ലൈഡ് ചെയ്യാം ലെഫ്റ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പറായി 1 എടുക്കും, അതിൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂസ് ഉണ്ടോ നോക്കുന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ വാല്യൂ എടുക്കും, അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യണം. എന്നിട്ട് അതിന് മുമ്പത്തെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അതുകൾ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നത്തെ നമ്പർ എടുക്കും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് ഉണ്ടോ നോക്കും, അതുകൾ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ അപ്പോൾ ലെഫ്റ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ നമ്പർ എടുക്കും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും വാല്യൂസ് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നീങ്ങും, രണ്ടാമത്തെ വാല്യൂ എടുക്കും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ചെയ്യും. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ വാല്യൂവിലേക്ക് സ്ലൈഡ് ചെയ്യും, അതിൻ്റെ മുന്നിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും 1 × 2. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നീങ്ങും, എന്നിട്ട് അതിൻ്റെ മുന്നിൽ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ലെഫ്റ്റ് ടു റൈറ്റ് നീങ്ങുമ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ അറേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ലെഫ്റ്റിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ഇങ്ങനെ റിസൾട്ട് ഓഫ് 5 എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കണം എല്ലാം 1 ആണ്. പിന്നെ ഓരോന്ന് ഇത് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 തന്നെയായിരിക്കും ഇവിടെ. ഇപ്പോൾ രണ്ടാമത്തെ വാല്യൂ എടുത്തപ്പോൾ ലെഫ്റ്റിൽ 1 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അപ്പോൾ 1 × 1 1. ഇനി മൂന്നാമത്തെ വാല്യൂ 3, അതിൻ്റെ ലെഫ്റ്റിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 2 ഉണ്ട് 1 ഉണ്ട്, അപ്പോൾ 2 × 1. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, 1 മാറ്റി നമ്മളിവിടെ 2 ആക്കും. അതായത് ലെഫ്റ്റ് പ്രൊഡക്ട്സ് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ലെഫ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു ഇൻപുട്ട് അറേയിലെ ആ പൊസിഷനിലെ വാല്യൂ. അപ്പോൾ റിസൾട്ടിൻ്റെ അറേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത്
കറൻ്റ്ലി ഉള്ള ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മൾ നോക്കുന്ന വാല്യൂവിലെ ലെഫ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് നിലവിലുള്ള ലെഫ്റ്റ് പ്രൊഡക്റ്റ് വാല്യൂ ഇൻറ്റു നമ്മൾ നോക്കുന്ന പൊസിഷനിലുള്ള ഇൻപുട്ട് അറേയിലുള്ള വാല്യൂ. എന്നാലാണ് നമുക്ക് അടുത്ത റിസൾട്ടിൻ്റെ അറേയിലെ അടുത്ത ടേം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ടിൻ്റെ അറേ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ റൈറ്റ് പ്രൊഡക്ട്സും കണ്ടുപിടിക്കുന്നത്. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു റൈറ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് പ്രൊഡക്ട്സേ ഇനി ഇത് വെച്ച് നമ്മൾ റൈറ്റ് പ്രൊഡക്ട്സിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ വേരിയബിൾസ് ഇനീഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2 ലൂപ്പ് ചെയ്തു, ലെഫ്റ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനും റൈറ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനും. ഇനി ഇത് ഇത്തിരി കൂടി മനസ്സിലാവാനായിട്ട് ടേബിളാർ ഫോമുല എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻഡെക്സ് ഓഫ് ഐ, നംസ് ഓഫ് ഐ, ലെഫ്റ്റ് പ്രൊഡക്റ്റ്, റിസൾട്ട് ഓഫ് ഐ എന്ന് പറഞ്ഞ് ലെഫ്റ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് 4 കോളം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നീങ്ങണത്. അപ്പം ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0, നമുക്ക് 4 ലെങ്ത്താണ് നമ്മുടെ ഇൻപുട്ട് അറേൻ്റെ. അപ്പം ഇൻഡെക്സ് 3 വരെ ആയിരിക്കും. അതുപോലെ 0th ഇൻഡെക്സിലുള്ള ഇൻപുട്ട് അറേയിലുള്ള വാല്യൂ 1 ആണ്. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ഇൻപുട്ട് അറേയിലെ വാല്യൂ 2, പിന്നെ 3, പിന്നെ 4. ലെഫ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 1 ആണ്. അപ്പോൾ അതായിരിക്കും ഇവിടെ വരുന്നത്. ഇനി റിസൾട്ടിൻ്റെ ഓഫ് ഐ എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് 1 തന്നെയാണ്. ഇനി ലെഫ്റ്റ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് കറൻറ്റിലുള്ള ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മൾ ഇപ്പോഴത്തെ പൊസിഷനിലുള്ള ഇൻപുട്ട് അറേയിലെ വാല്യൂ. അപ്പോൾ 1 × 1 തന്നെയായിരിക്കും അപ്ഡേറ്റഡ് ലെഫ്റ്റ് പ്രൊഡക്റ്റ്. അതിനുശേഷം റിസൾട്ടിൻ്റെ ഓഫ് ഐ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ലെഫ്റ്റ് പ്രൊഡക്റ്റിലെ വാല്യൂ വെച്ചിട്ട്. ഇനി ലെഫ്റ്റ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യണത് കറൻറ്റിലുള്ള ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മൾ നോക്കിയ ഇൻഡെക്സിലുള്ള ഇൻപുട്ട് അറേയിലെ നമ്പർ. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണത് ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മൾ ഇൻപുട്ട് അറേയിലുള്ള പൊസിഷനിലുള്ള വാല്യൂ. അപ്പോൾ 1 × 2, 2. കാരണം നമ്മൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആ നമ്പറിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് എടുക്കണം. പിന്നെ റിസൾട്ടിൻ്റെ ഓഫ് ഐ 2 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ലെഫ്റ്റ് പ്രൊഡക്റ്റ് കറൻ്റ്ലി ഉള്ള ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു 3, ഈ പൊസിഷനിലുള്ള ഇൻപുട്ട് അറേയിലെ നമ്പർ. ഇപ്പോൾ 3, 2 × 3 6 ആണ്. അപ്പോൾ റിസൾട്ട് ഓഫ് ഐ എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോഴത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 0th ഇൻഡെക്സിൽ 1, 1, 2, 6 ഇതാണ് നമ്മുടെ ലെഫ്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു റൈറ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വീണ്ടും ഇൻഡെക്സ് ഓഫ് ഐ, നംസ് ഓഫ് ഐ, റൈറ്റ് പ്രൊഡക്റ്റ്, റിസൾട്ട് ഓഫ് ഐ, അപ്ഡേറ്റഡ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് 5 കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം റൈറ്റ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് സ്ലൈഡ് ചെയ്യണം. അപ്പം റൈറ്റ് മോസ്റ്റ് ഇൻഡെക്സ് ഇവിടെ 3, പിന്നെ നമ്മൾ റൈറ്റിലേക്ക് നീങ്ങുകയാണ്. അപ്പം 3 കഴിഞ്ഞ് പിന്നത്തെ ഇൻഡെക്സ് 2, 1, 0. തേർഡ് ഇൻഡെക്സിലുള്ള ഇൻപുട്ട് അറേയിലെ വാല്യൂ 4 ആണ്. സെക്കൻഡ് ഇൻഡെക്സിലുള്ളത് 3 ആണ്. ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് 2 ആണ്. 0യിലുള്ളത് 1 ആണ്. ഇനി റൈറ്റ് പ്രൊഡക്റ്റ് ആദ്യം നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 1 ആണ്. റിസൾട്ട് ഓഫ് ഐ. അപ്പം തേർഡ് ഇൻഡെക്സിൽ കറണ്ട് റിസൾട്ട് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ആ 6 ആണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അപ്ഡേറ്റഡ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള റൈറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മുടെ ഇൻഡെക്സിലുള്ള വാല്യൂ. അപ്പം 1 × 4 = 4. അതായിരിക്കും അപ്ഡേറ്റഡ് റൈറ്റ് പ്രൊഡക്റ്റ്. അത് കറണ്ട് റൈറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം നമ്മൾ കറണ്ട് റിസൾട്ട് ഇൻറ്റു റൈറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ 2 × 4 8 ആയിരിക്കും നമ്മുടെ റിസൾട്ടിൻ്റെ ഓഫ് ഐ. ഇനി അപ്ഡേറ്റഡ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കറണ്ട് റൈറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു ആ ഇൻഡെക്സിലുള്ള ഇൻപുട്ട് അറേയിലുള്ള വാല്യൂ. അപ്പോൾ 12 ആയിരിക്കും. ഇനി അപ്പോൾ നമ്മുടെ കറണ്ട് റൈറ്റ് പ്രൊഡക്റ്റായി മാറും. ഇനി റിസൾട്ടിൻ്റെ ഓഫ് ഐ എന്ന് പറയുന്നത് നിലവിൽ ഇൻഡെക്സ് 1ലുള്ള നമ്മുടെ വാല്യൂ റിസൾട്ടിലുള്ളത് 1 ആണ് ഇൻറ്റു നമ്മൾ റൈറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ 1 × 12. ഇനി അപ്ഡേറ്റഡ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കറണ്ട് റൈറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മുടെ ആ പൊസിഷനിലുള്ള വാല്യൂ. അപ്പോൾ 24. അപ്പോൾ അതായിരിക്കും നമ്മുടെ കറണ്ട് റൈറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഈ റിസൾട്ട് എന്ന് പറയുന്നത് കറണ്ട് റിസൾട്ട് 1 ആണ് ഈ പൊസിഷനിൽ. അതുപോലെ കറണ്ട് റൈറ്റ് പ്രൊഡക്റ്റ് 24 ആണ്. ഇനി അപ്ഡേറ്റഡ് റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള റൈറ്റ് പ്രൊഡക്റ്റ് ഇൻറ്റു നമ്മുടെ ഇൻഡെക്സിലുള്ള വാല്യൂ. അപ്പോൾ 24. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് ഇപ്പോൾ കിട്ടി. കാരണം നമ്മൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് ചെയ്തപ്പോഴുള്ള റിസൾട്ട് ഇൻറ്റു നമ്മൾ റൈറ്റ് പ്രൊഡക്റ്റും ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
അപ്പോൾ ഇൻഡെക്സ് 0-ലുള്ള വാല്യൂ 24, ഇൻഡെക്സ് 1-ൽ 12, ഇൻഡെക്സ് 2-ൽ 8, ഇൻഡെക്സ് 3-ൽ 6. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇനി ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) ആണ്. കാരണം നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നീങ്ങുന്നുണ്ട് നമുക്ക് ലെഫ്റ്റ് പ്രോഡക്റ്റ്സ് റൈറ്റ് പ്രോഡക്റ്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ O(n) + O(n), അപ്പോൾ O(n) തന്നെയാണ് കോംപ്ലക്സിറ്റി. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(1) ആണ്. കാരണം നമ്മളിവിടെ എക്സ്ട്രാ മെമ്മറി ഉപയോഗിക്കണില്ല. നമ്മൾ ഇൻപുട്ട് അറേയിൽ തന്നേക്കണ അതേ മെമ്മറിയിൽ തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് പ്രോഡക്റ്റ് റൈറ്റ് പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യണത്. പിന്നെ അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊക്കെ സെയിം മെമ്മറിയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ മെമ്മറി വേറെ എക്സ്ട്രാ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആണ്. ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിച്ചാൽ മതി. ഇനി ഇതിൻ്റെ പൈത്തൺ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള വേരിയബിൾസ് നമ്മുടെ ഔട്ട്പുട്ട് അറേ, അതുപോലെ ലെഫ്റ്റ് പ്രോഡക്റ്റ് റൈറ്റ് പ്രോഡക്റ്റ്, ഇത് മൂന്നാണ് നമ്മൾ അതിന് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണേ. 1 വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണത്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 1 ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ഇവിടെ അറേ ലെങ്ത്ത് നമ്മുടെ ഇൻപുട്ട് അറേൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ്. അപ്പോൾ 4 ആണ് എക്സാമ്പിൾ 1-ൻ്റെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസൾട്ടിൻ്റെ അറേ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യണത് 4 1s വെച്ചിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് ലെഫ്റ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനുള്ളത്, അതുപോലെ സെക്കൻഡ് ലൂപ്പ് റൈറ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനുള്ളതിൻ്റെയും കോഡ് എഴുതാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് ലെഫ്റ്റ് പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതി. നമ്മൾ ഐ ഇൻ ദ റേഞ്ച് അറേ ലെങ്ത്ത്. ഇപ്പോൾ നമ്മുടെ അറേ ലെങ്ത്ത് ഇവിടെ 4 ആണ്. അപ്പം ഇൻഡെക്സ് 0 to 3 വരെ 0 1 2 3 ഇൻഡെക്സിൽ നമ്മൾ ഐ ലൂപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ അറേ ലെങ്ത്ത് 4 ആണ്. അപ്പം റേഞ്ച് 4 എടുക്കുമ്പോൾ 0 1 2 3 ഈ ഇൻഡെക്സുകളിൽ നമ്മൾ ഐട്രേറ്റ് ചെയ്യാണ്. നമ്മുടെ റിസൾട്ടൻ ലൂപ്പ് ഇനീഷ്യലി സെറ്റ് ചെയ്തേക്കുന്നത് 1 1 1 1, പക്ഷേ അത് അപ്ഡേറ്റ് ആവും. ലെഫ്റ്റ് പ്രൊഡക്ട്സ് അപ്ഡേറ്റ് ആവുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ റിസൾട്ടിൻ്റെ ഓഫ് ഐ അപ്ഡേറ്റ് ആവും. പിന്നെ ലെഫ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലെഫ്റ്റ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലൂപ്പ് റൈറ്റ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യണതിൻ്റെയും കൂടി എഴുതാം. സിമിലർ റൈറ്റ് തന്നെയാണ്. ഒറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഔട്ട്പുട്ട് റിസൾട്ട് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടിൻ്റെ ഇൻറ്റു റൈറ്റ് പ്രൊഡക്റ്റും കൂടി ചെയ്യും. എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ റൈറ്റ് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് സ്ലൈഡ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറേ ലെങ്ത്ത് ഇവിടെ 4 ആണ്. അപ്പം ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതാണ് അറേ ലെങ്ത്ത് -1. പിന്നെ നമുക്ക് ഇൻ ദ റേഞ്ച് ആണ്. അപ്പോൾ -1 ഇൻക്ലൂഡ് ചെയ്യില്ല, അതിന് തൊട്ട് മുമ്പത്തെ വരെ. അപ്പോൾ 0th ഇൻഡെക്സ് വരെ റൈറ്റ് ടു ലെഫ്റ്റ് ഇത് ഐട്രേറ്റ് ചെയ്യും. സ്റ്റെപ്പ് സൈസ് ഇവിടെ -1 ആണ്. ഇനി നമുക്ക് റിസൾട്ടിൻ്റെ ആയിട്ട് റിട്ടേൺ ചെയ്യാനുള്ളത് ഫൈനൽ റിസൾട്ടിൻ്റെ അറേയാണ്. അപ്പോൾ റിട്ടേൺ റിസൾട്ട്സ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇൻപുട്ട് അറേ 1 2 3 4 ആയിരിക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടി 24 12 8 6. അതുപോലെ കേസ് 2-ൽ ഇൻപുട്ട് അറേ 0 0 9 0 0 ആയിരിക്കുന്ന കേസിൽ ഔട്ട്പുട്ട് അറേ 0 0 9 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി O(n) അതുപോലെ സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആണ്. അപ്പോൾ ഇത് ഭയങ്കര ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. സൊല്യൂഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ ലീഡ് കോഡിലെ ഈ പ്രോബ്ലത്തിലേക്കുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം.
താങ്ക് യു ഫോർ വാച്ചിങ്.